സൂംബ ഡാൻസ് വിവാദം തികച്ചും അനാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുള്ളതും ആർക്കും ഒരു സംശയവും കാണില്ല. ഫിറ്റ്നസ് ഡാൻസ് എന്ന നിലയ്ക്ക് ലോകപ്രസിദ്ധമായ സൂംബ ഡാൻസിനെ ബ്രസീലിലെ കാർണിവൽ നൃത്തരൂപമായ സാംബ ഡാൻസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചതിനാലാകും ചില മതസംഘടനകളും അതിൻ്റെ വക്താക്കളും സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കുന്നതിനെതിരെ പ്രസ്താവനകളുമായി രംഗത്തെത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെ ആളിക്കത്തിക്കുന്നതിനും വിമർശനങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ വാളോങ്ങുന്നതിനും പകരം സംസ്ഥാനത്തെ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സൂംബ ഡാൻസ് എന്താണ് എന്നും അതിൽ ഈ പറയുന്ന വിവാദങ്ങൾക്കൊന്നും കഴമ്പില്ല എന്നും തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ വിമർശനങ്ങളാണ് എന്നും വിശദീകരിക്കുകയും തെറ്റിദ്ധാരണകൾ മാറ്റുകയുമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. സൂംബ ഡാൻസ് പ്രചരിച്ചത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ നിന്നാണ് എന്നുള്ളതാണ് ചരിത്രം വ്യക്തമാക്കുന്ന ഒരു കാര്യം. കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറുമായ ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന ആളാണ് 90കളിൽ ഈ വ്യായാമ നൃത്തം വികസിപ്പിച്ചെടുത്തത്. സാധാരണ വ്യായാമ രീതികളിലെ കഠിന മുറകൾക്ക് പകരം ലളിതമായി കൈകാൽ ഇളക്കിയിട്ടുള്ള ചുവടുകളാണ് ഇതിനെ ആകർഷകമാക്കുന്നത്. സംഗീതത്തിന്റെ അകമ്പടി കൂടിയായപ്പോൾ പാതി നൃത്തത്തിന്റെ പരിവേഷവും ഈ വ്യായാമ രീതിക്ക് ഉണ്ടാവുകയായിരുന്നു. ശാരീരിക മാനസിക ആരോഗ്യത്തെ വളരെ ലഘുവായ പരിശീലന മുറകളിലൂടെ നേടിയെടുക്കാൻ സഹായകരമാണ് സൂംബ ഡാൻസ് എന്ന് കണ്ടതോടെ ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ആരാധകരായി മാറുകയായിരുന്നു. തുടക്കത്തിൽ സ്ത്രീകളാണ് വ്യാപകമായി വ്യായാമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ വ്യായാമ പരിശീലന കേന്ദ്രങ്ങളോടനുബന്ധിച്ച് പ്രത്യേകം ഹാളുകൾ തയ്യാറാക്കി അവിടെയാണ് തുടക്കത്തിൽ സൂംബ ഡാൻസ് അരങ്ങേറിയത്. 30 വയസ്സിന് മുകളിലുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആരോഗ്യവും ശരീരഭംഗിയും നിലനിർത്താൻ നഗരമേഖലകളിൽ സൂംബ പരിശീലിച്ചു. വൈകാതെ ജനകീയമാകുകയും ഇന്ന് എല്ലാ പ്രദേശങ്ങളും സർവ്വസാധാരണമാക്കുകയും ചെയ്യുകയായിരുന്നു. കേരളത്തിലും ജിമ്മുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നുണ്ട്. ഏത് പ്രായക്കാർക്കും അനായാസം പരിശീലിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ചുവടുകളും ചലനങ്ങളും എന്നുള്ളതാണ് ഇതിനെ സാർവത്രികമാക്കിയത്. ഇക്കാലത്ത് കുട്ടികൾക്ക് ശാരീരിക മാനസിക ആരോഗ്യം പ്രദാനം ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കുട്ടികളിൽ നല്ലൊരു ശതമാനവും കായിക വിനോദങ്ങളിലോ ശാരീരികമായ മറ്റ് അധ്വാനങ്ങളിലോ ഏർപ്പെടുന്നില്ല എന്നുള്ള കാര്യം ആശങ്കയോടെ തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. സമ്മർദ്ദങ്ങൾ ഒഴിവാക്കി അവരിൽ മാനസിക കരുത്ത് പകരേണ്ടതിൻ്റെ ആവശ്യകത മനഃശാസ്ത്രജ്ഞരും കൗൺസിലർമാരും അടക്കമുള്ളവരും നിരന്തരം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. വിവിധ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും ലഘൂകരിച്ച് അവരെ പഠനത്തിൻ്റെ വഴികളിലേക്കും ആരോഗ്യ ജീവിതത്തിലേക്കും എത്തിക്കേണ്ട ചുമതല വിദ്യാഭ്യാസ വകുപ്പിനാണുള്ളത്. ഇതിനായി ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യവും കരുത്തും ഉറപ്പുവരുത്താനുള്ള പദ്ധതികളിൽ ഒന്ന് മാത്രമായി നടപ്പിലാക്കിയിരിക്കുന്ന സൂംബ ഡാൻസ്. ഇതിനെ ഒന്ന് തികച്ചും തെറ്റിദ്ധാരണജനകമായ വിധത്തിൽ ചിലർ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. വിമർശനങ്ങളിൽ കഴമ്പില്ല എന്നും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രചരണ പ്രവർത്തനങ്ങളിൽ പ്രമുഖമായ സ്ഥാനമുള്ള ഫ്ലാഷ് മോബ് എന്നറിയപ്പെടുന്ന പരസ്യ നൃത്ത കലാപരിപാടി എങ്ങനെയാണോ അതിൻ്റെ കുറച്ചുകൂടി പരിഷ്കരിച്ച രൂപമാണ് സൂംബയ്ക്കുള്ളത്. അല്പവസ്ത്രം ധരിച്ച് പെൺകുട്ടികൾ ഇടപഴകിയുള്ള നൃത്തത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് വിമർശകരുടെ വാദം. എന്നാൽ അവരുടെ വിമർശനം സൂംബയ്ക്കെതിരായല്ല, അത് സാംബ നൃത്തവുമായി തെറ്റിദ്ധരിച്ചാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്ന ഒരു കാര്യം. സാംബ നൃത്തം ചെയ്യുന്ന ബ്രസീലിയൻ വനിതകളാണ് അവരുടെ പരമ്പരാഗത നൃത്ത രീതിയുടെ ഭാഗമായി നാമമാത്രം വസ്ത്രം ധരിച്ച് കാർണിവലുകളിൽ എത്തുന്നത്. അതേപോലെ അറബ് ലോകത്തെ അടക്കം വ്യാപകമായി പ്രചരിച്ച ബെല്ലി ഡാൻസും മാതക രീതിയിൽ നടത്തുന്ന ഒരു നൃത്തരൂപമാണ്. ഇതൊന്നുമായി സൂംബ ഡാൻസിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മാത്രമല്ല, വസ്ത്രധാരണത്തിലും പ്രത്യേകം നിഷ്കർഷയൊന്നും തന്നെയില്ല. എന്ത് വേഷമാണോ ധരിച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ് സൂംബ ചെയ്യുക. സ്കൂളുകളിൽ കുട്ടികൾ യൂണിഫോമിൽ തന്നെയാണ് വ്യായാമ പരിശീലനം നടത്തുക. ഒപ്പനയും തിരുവാതിരയും മാർഗംകളിയും ഒക്കെ കുട്ടികൾ പരിശീലിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാമെങ്കിൽ അതിനേക്കാളൊക്കെ ലഘുവായ പ്രത്യേകം പരിശീലനം ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരാൾ ചെയ്യുന്ന വ്യായാമ മുറകൾ കണ്ടുകൊണ്ട് പരിശീലിക്കാവുന്നതാണ് സൂംബ. വേണമെങ്കിൽ കേരളീയ കലാരൂപങ്ങളുടെ ലഘുവായ ചുവടുകളും ചലനങ്ങളും ആംഗ്യരീതികളും ഒക്കെ സൂംബയിലും പരീക്ഷിക്കാവുന്നതും ഇതിനെ പരിഷ്കരിക്കാവുന്നതും തന്നെയാണ്.